ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ലീഗായിട്ടുള്ള ISLൻ്റെ ഭാവി ഇതുവരെ ഒരു അൺസർട്ടനിറ്റി നേരിട്ട സാഹചര്യത്തിലൂടെയായിരുന്നു കടന്നുപോയിട്ടുണ്ടായിരുന്നത്. ISLും FSDലും MRI കോൺട്രാക്റ്റും ഒക്കെ കൊണ്ട് തന്നെ ISLൻ്റെ ഭാവി ഏതാണ്ടൊരു അവതാളത്തിലേക്ക് നീങ്ങിയ സിറ്റുവേഷനായിരുന്നു ഇതുവരെ ഇന്ത്യൻ ഫുട്ബോളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് പല ക്ലബ്ബുകളും തങ്ങളുടെ ട്രാൻസ്ഫറുകൾ ഹോൾഡ് ചെയ്യുകയും താരങ്ങൾക്ക് ഒക്കെ തന്നെ സാലറി കട്ട് ചെയ്യുന്ന സിറ്റുവേഷനിലേക്കും നീങ്ങുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പല ടീമുകളും ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് ISLൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കാത്തത് കൊണ്ട് തന്നെയായിരുന്നു. പിന്നീട് പല ISL ക്ലബ്ബുകളും അഖില ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ലെറ്റർ അയക്കുകയും അതിനെ തുടർന്നുള്ള റിപ്ലൈ AFFൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വരികയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ AIFF ആരാധകർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ഉറപ്പായിരുന്നു ISLും സൂപ്പർ കപ്പും നടത്തുമെന്നും സൂപ്പർ കപ്പ് ഈക്കുറി ISLന് മുൻപോടി തന്നെ നടത്തുമെന്നുള്ളൊരു കാര്യം. പിന്നീട് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച AIFFൻ്റെ ഭരണഘടനാ കേസുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിങ്ങിൽ വരാൻ പോകുന്ന അടുത്ത ഹിയറിങ്, അതായത് 28-ാം തീയതി നടക്കുന്ന ഹിയറിങ്ങിന് മുൻപോടി തന്നെ AIFFും FSDലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് MRI കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ നിർണായക തീരുമാനം എടുക്കണം എന്നൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. സോ ഇതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള തീരുമാനത്തിൽ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ആദ്യത്തെ ഒന്നെന്ന് പറയുന്നത് സൂപ്പർ കപ്പ് മുന്നോടിയായിട്ട് ISL മുന്നോടിയായിട്ട് നടത്തുമെന്നും അതൊരു പക്ഷേ സെപ്റ്റംബറിലായിരിക്കാമെന്നും തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. പിന്നീട് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ള ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ISLൻ്റെ ഒരു ഭാവി തന്നെയാണ്. അതായത് ISL ഇക്കുറി ഒക്ടോബർ 24-ാം തീയതി നടത്തുവാനായിട്ടുള്ള സാധ്യതകളാണ് ഉള്ളതെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. AIFFും FSDലും, അതായത് അഖില ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതോടൊപ്പം തന്നെ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ISLൻ്റെ സംഘാടകരും വെർബലി അല്ലെങ്കിൽ വാക്കാൽ കരാറിൽ വാക്കാൽ കരാർ സംബന്ധിച്ചു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു ISL ഉടൻ തന്നെ നടത്തുവാൻ, അതായത് ഒക്ടോബർ 24-ാം തീയതി നടത്തുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നാണ് നിലവിൽ സയൻ ബാനർജി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കിത് അത്യാവശ്യം വിശ്വസനീയമായ സോഴ്സിൽ തന്നെയാണ് ഈ വാർത്ത ലഭിച്ചിട്ടുള്ളത്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISLൻ്റെ ഭാവി അല്ലെങ്കിൽ ISLുമായി ബന്ധപ്പെട്ട് നിലവിൽ നിന്നിരുന്ന എല്ലാ അൺസർട്ടനിറ്റിയും മാറിക്കൊണ്ട് വീണ്ടും ISL ഇന്ത്യൻ ഫുട്ബോളിലേക്ക് തിരിച്ചെത്തുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ISL വരുന്നതോടുകൂടി തന്നെ ഒരുപാട് പ്രശ്നങ്ങളും നീങ്ങാൻ ഉള്ള സാധ്യതകളുമുണ്ട്. അതിനെല്ലാം പുറമെ ഈ ഒരു വാർത്തയ്ക്ക് കൂടുതൽ സത്യസന്ധത നൽകുന്നത് മറ്റൊരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നിലവിൽ ക്ലബ്ബുകൾക്ക് ഈ ഒരു മാസം, അതായത് ഒക്ടോബർ അവസാനം, അതായത് 24-ാം തീയതി തൊട്ടുള്ള ഒക്ടോബർ മാസങ്ങളിലുള്ള വെന്യൂ, അതായത് സ്റ്റേഡിയത്തിൻ്റെയൊക്കെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യണമെന്നൊരു തരത്തിലുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതായത് AIFF അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ISL ക്ലബ്ബുകൾക്ക് നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ വരുവാനായിട്ട് പോകുന്ന ISL സീസൺ അല്ലെങ്കിൽ ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അൺസർട്ടനിറ്റി എല്ലാം മാറിക്കൊണ്ട് ISL ഇന്ത്യൻ ഫുട്ബോളിലേക്ക് തിരിച്ചെത്തുവാനായിട്ടുള്ള, അതായത് ISLൻ്റെ മുകളിൽ നിന്നിരുന്ന കാർമേഘങ്ങളെല്ലാം മാറിക്കൊണ്ട് ISL വീണ്ടും തിരിച്ചെത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതാണ്.